मुस्तफा जाने रहमत लाखों सलाम मुस्तफा जाने रहमत लाखों सलाम शम्ए बंदे हिदायत पे लाखों सलाम शम्ए बंदे हिदायत पे लाखों सलाम शम्ए बदले हिदायत पे लाखों सलाम। जिस सुहानी घड़ी चमका तैबा का चांद, जिस सुहानी घड़ी। بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي، نهر على وضاغت جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. ओ क्या जूदो करम है शहे बतहा तेरा, नहीं सुनता ही नहीं मांगने वाला तेरा. സർവാധന്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ മുന്നോടിയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നതിനും ആത്മീയമായ വിഷയങ്ങളിലേക്ക് ആളുകളെ ബോധവൽക്കരിക്കുന്നതിനും സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം സമ്പൂർണമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഇസ്ലാം ഒരുപാട് തരം വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായും ശാരീരികമായും
ആഗോളതലത്തിൽ ഇസ്ലാമിനെ അതിക്രമിക്കുവാൻ പലവിധ അജണ്ടകളും നിലപാടുകളും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വിമർശനങ്ങളുടെയും ധ്രുവീകരണങ്ങളുടെയും ഒക്കെ ഇടയിൽ വിശുദ്ധമായ ഇസ്ലാം അതിന്റെ പ്രതാപത്തോടുകൂടി മുന്നോട്ടു പോകുന്നത് അടിസ്ഥാനപരമായ അതിന്റെ ആശയ സമ്പൂർണതയും ഇസ്ലാമിന്റെ പ്രവാചകൻ ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിപ്രഭാവത്തിന്റെ സമ്പൂർണതയും സർവകാലികമായ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ അതിശക്തമായും വെല്ലുവിളികളെ അതിജയിച്ചും അവതരിപ്പിക്കാൻ മാത്രം സമ്പൂർണമായ പരിശുദ്ധമായ ഖുർആനുമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെയും പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെയും പരിശുദ്ധമായ ഖുർആനിനെയും ന്യായാന്യായങ്ങളുടെ മുമ്പിൽ കൃത്യമായി അഭിമുഖീകരിക്കുവാൻ ലോകത്തൊരു സംഹിതയ്ക്കും സാധിക്കുന്നില്ല എന്നതാണ് ഇസ്ലാമിനെ എതിർക്കുവാൻ വിരോധികൾക്കും എതിർപ്പുകൾക്കിടയിൽ ഇസ്ലാമിനെ അതിജയിച്ച് മുന്നോട്ടു പോകുവാനും ഒരേ സമയത്തു തന്നെ സാധിക്കുന്നത്. മുസ്ലിം രാജ്യങ്ങളുടെയും മുസ്ലിം സമൂഹത്തിന്റെയും കഷ്ടതകളും പ്രതിസന്ധികളും മറന്നുകൊണ്ടല്ല ഞാനിത് പറഞ്ഞത്. ആദർശപരമായും പ്രത്യയശാസ്ത്രപരമായും മീമാംസാപരമായും പരിശുദ്ധമായ ഇസ്ലാമിനെ അതിജയിക്കുവാൻ ലോകത്തൊരു വിഭാഗത്തിനും സാധിച്ചിട്ടില്ല എന്നത് എല്ലാ വിഭാഗം ജനങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യമാണ്. മാനവിക ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തോട് യാത്ര ചോദിച്ച പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വിശുദ്ധമായ വ്യക്തിപ്രഭാവത്തെയോ അവിടുന്ന് ഉയർത്തിത്തന്ന സന്ദേശങ്ങളെയോ ആധുനിക ന്യായങ്ങളുടെയോ ശാസ്ത്രങ്ങളുടെയോ വെളിച്ചത്തിൽ കൃത്യമായി ക്രോസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നതാണ് ആത്മാഭിമാനത്തോടെ നമുക്കെടുത്തു പറയാനുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ സന്ദേശങ്ങളെയും ലോകത്തിന് കാഴ്ചവെച്ച ജീവിത പദ്ധതികളെയുമെല്ലാം കൃത്യമായി പ്രചരിപ്പിക്കുവാനും വ്യക്തമായി ലോകത്തോട് കൈമാറ്റം ചെയ്യുവാനുമുള്ള ഏറ്റവും യോഗ്യമായ സമയമാണ് വിശുദ്ധമായ റബീഉൽ അവ്വൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം. സമീപകാലത്ത് നമ്മോട് വിട പറഞ്ഞുപോയ
ലോകപ്രസിദ്ധ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്ന ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ യമാനി രേഖപ്പെടുത്തിയതുപോലെ ലോകത്ത് ചെറിയ ചെറിയ സേവനങ്ങൾ ചെയ്ത ആളുകളുടെ പേരിൽ ദിനങ്ങളും ആഘോഷങ്ങളും സന്ദേശങ്ങളും നടക്കുന്നുണ്ട്. ശിശുദിനം പോലെയുള്ള ദിനങ്ങൾ ഉദാഹരണമായി കാണാവുന്നതാണ്. എന്നാൽ ലോകത്തിന് നല്ലത് മാത്രം സമ്മാനിക്കുകയും ജീവിതത്തിന്റെ എല്ലാ തുറയിലും മാതൃകായോഗ്യമായ ദർശനങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്ത ലോകൈക ഗുരുവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രത്തെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും യൗമുസ്സീറ എന്ന പേരിൽ ഒരു ദിവസം നമ്മൾ ആചരിക്കുകയും ആ ദിവസം നമ്മുടെ പാഠശാലകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം മാത്രം ചർച്ച ചെയ്യുന്ന ഒരു പഠന ദിവസമായി അതിനെ കണ്ടെത്തുകയും ചെയ്യേണ്ടത്, അത് ലോകവ്യാപകമായി പ്രചരിപ്പിക്കേണ്ടതും ആവശ്യമാണ് എന്ന് അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതി. എന്നും മുസ്ലിം ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കുന്നുണ്ട്. ആരാധനയുടെ അവിഭാജ്യ ഭാഗമായും നിത്യജീവിതത്തിന്റെ അനിവാര്യ ഘടകമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധവും അവിടത്തെയോടുള്ള അഭിവാഞ്ജയുമെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും മുസ്ലിം സമൂഹം ഇനിയും ഒരുപാട് ശ്രദ്ധയോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയേണ്ടതുണ്ട്. ലോകാവസാനം വരെ പഠിച്ചാലും പഠിച്ചു തീരാത്ത മഹത്തായ ഒരു വൈജ്ഞാനിക സാഗരമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് എത്രമാത്രം അനുഗ്രഹമാണെന്നും ഒരു വിശ്വാസിയോട് എത്രമാത്രം ബന്ധമുള്ളതാണെന്നും മനസ്സിലാക്കുമ്പോഴേ അവിടത്തെയോടുള്ള മതിപ്പും ബഹുമാനവും നമ്മിൽ വർദ്ധിക്കുകയുള്ളൂ. കേവലമായ ഒരു സന്ദേശം കൈമാറിപ്പോയ വിപ്ലവകാരിയല്ല, ലോകത്തെ ഒരു സിദ്ധാന്തം കൈമാറ്റം ചെയ്തു പോയ ദാർശനികനല്ല, ഏതെങ്കിലും ഒരു സമവാക്യം കണ്ടുപിടിച്ചിട്ട് ശാസ്ത്രത്തിനോ സമൂഹത്തിനോ കേവലമായ ഒരു വഴിത്തിരിവ് നൽകിയിട്ട് പോയ ആളുമല്ല. ഏറ്റവും ഉത്തമമായ മാതൃകായോഗ്യമായ 23 കൊല്ലത്തെ പ്രായോഗിക ജീവിതത്തിലൂടെയും 63 കൊല്ലത്തെ മാതൃകായോഗ്യമായ ഭൗതിക ജീവിതത്തിലൂടെയും അന്ത്യനാൾ വരെയുള്ള മനുഷ്യന് മുഴുവനും മാതൃകയായി സ്വീകരിക്കേണ്ട മഹിത ഗുണങ്ങളെ മാത്രം താലോലിച്ച് പരിപാലിച്ച് ഒരു ചിത്രമോ ഒരു ചിത്രീകരണമോ ഒരു ഫോട്ടോയോ ഒരു പ്രതിമയോ ഇല്ലാതെ കോടാനുകോടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ജീവിച്ചുപോയ, അല്ലെങ്കിൽ 1.5 സഹസ്രാബ്ദത്തോളം മുമ്പ് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നിത്യ ജ്യോതിസായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, മാനവീയതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടയാളപ്പെടുത്തിയ സ്വാധീനത്തിന്റെയും ബന്ധത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ചിത്രമില്ലാതെ, ചിത്രീകരണമില്ലാതെ, ഫോട്ടോ ഇല്ലാതെ, പ്രതിമയില്ലാതെ, പ്രതിച്ഛായയില്ലാതെ, പ്രതിഷ്ഠയില്ലാതെ ഇത്രയും കാലം കോടാനുകോടി മാനസങ്ങളിൽ മാതൃകയുടെ മണിമകുടമണിഞ്ഞ് ആദരവിന്റെ മഹിതഭാവങ്ങളോടെ ഇപ്പോഴും ജീവനായി നിലനിൽക്കുന്നു എന്നതാണ് ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള ഏറ്റവും അത്ഭുതങ്ങളിൽ ഒന്ന്.
ഒരുപാട് മതാചാര്യന്മാരും വ്യക്തികളും ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. കവലകൾ തോറും പ്രതിമകളും തെരുവുകൾ തോറും ഫോട്ടോകളും ഉള്ളവരുണ്ട്. എന്തിനേറെ ആരാധനാമുറികളിൽ പോലും ഫോട്ടോ പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തികൾ പോലും ഇത്രയും ആവർത്തിച്ച് അനുസ്മരിക്കപ്പെടുകയോ കൃത്യമായ ഒരു ജീവിതത്തിന്റെ രേഖയായി നിലനിൽക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ മനസ്സു തുറന്ന് വിലയിരുത്തുന്ന മതജാതി ഭേദമന്യേ എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാവുന്ന ഒരു പ്രതിഭാസമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ മാനവികതയുടെ മനതലങ്ങളിൽ നിത്യപ്രകാശമായി നിലനിൽക്കുന്നു എന്നത് എപ്പോഴും ആത്മാഭിമാനത്തോടെ നമുക്ക് വിളിച്ചു പറയാനുള്ളതാണ്. കൂടുതൽ വീട്ടിൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ലളിതമായി ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം മോചനത്തിന് വേണ്ടി വന്നതല്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം നന്മയ്ക്ക് വേണ്ടി നിയുക്തരായതുമല്ല. രാജ്യത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വകഭേദങ്ങളിൽ അധിഷ്ഠിതമായി ഒരു നവോത്ഥാനമോ ഒരു വിപ്ലവമോ നടത്താൻ വന്നയാളല്ല. മറിച്ച് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രപഞ്ചത്തിനാകമാനം കരുണയുടെ അരുണസ്പർശങ്ങൾ നൽകി ലോകത്തെ ആകമാനം മോചനത്തിന്റെയും നന്മയുടെയും വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അതുല്യപ്രഭാവമായി നിയുക്തരായ അന്ത്യപ്രവാചകരായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് അന്വേഷിച്ച് പഠിക്കുവാൻ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരു ബാധ്യതയുണ്ട്. കാരണം എന്താണ്? നാലാളുകൾ ഈ പൂനൂരിന്റെ അങ്ങാടിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൂടി നിന്നാൽ അഞ്ചാമത് വരുന്ന ഒരാൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാറുണ്ട്. എന്നാൽ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് പള്ളി മിനാരങ്ങളിൽ നിന്ന് 5 നേരവും ഈ 2 തവണ കഴിഞ്ഞുപോയ ഒരു മഹാന്റെ പേര് വിളിച്ചു പറയുകയും അത് കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അവരവരുടെ പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങളിൽ ഒത്തുകൂടുകയും ചെയ്യുമ്പോൾ ആ വിളിച്ചു പറയപ്പെട്ട നാമത്തിന്റെ ഉടമയായ വ്യക്തി ആരാണെന്ന് അന്വേഷിക്കേണ്ടത് സാർവജനീയമായ ഒരു ബാധ്യതയായി ഇവിടെ നിലനിൽക്കുകയാണ്. അന്വേഷിക്കുന്നതിനും പഠിക്കുന്നതിനും തടസ്സങ്ങളില്ല. അറിയുവാനും പഠിക്കുവാനും വേണ്ടി തുറന്നു വെക്കപ്പെട്ട ലോകമാണിത്. അതുകൊണ്ട് 5 നേരവും ഈ 2 തവണ പേര് വിളിച്ചു പറയപ്പെടുന്ന 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മഹിതമായ ഒരു ജീവിതത്തിലൂടെ ലോകത്തോട് യാത്ര ചോദിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? അതറിയാൻ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ആ പ്രവാചക പൂമാനെ അറിഞ്ഞു പോകുമ്പോ പരിശുദ്ധമായ ഖുർആൻ സമ്മാനിക്കുന്ന മനോഹരമായ സമ്മാനം തീവ്രവാദത്തിന്റെയും ഉഗ്രവാദത്തിന്റെയും വിദണ്ഡവാദത്തിന്റെയും വിധ്വംസകവാദത്തിന്റെയും സ്ഫോടനവാദത്തിന്റെയും ഒരുപാട് അബദ്ധധാരണകളെ മുസ്ലിം സമുദായത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ പുസ്തക മീഡിയകളടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രവാചകനെ പ്രാഥമികമായി അവതരിപ്പിക്കപ്പെടുന്ന മഹിതമായ മൂല്യമേതാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിനാകമാനം കാരുണ്യത്തിന്റെ ദാനമാണ് പുണ്യപ്രവാചകരെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ അറിഞ്ഞ് പഠിച്ച് മാനവികതയോട് അവിടുത്തെ മഹിതമായ മൂല്യങ്ങളെ കൈമാറ്റം ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഭൗതികമായ ചില താൽപര്യങ്ങളോടെ പ്രവാചകനെ അവതരിപ്പിക്കുമ്പോൾ അവസാനിക്കുന്നില്ല. അടിമവിമോചകനെന്നും സ്ത്രീ വിമോചകനെന്നും അങ്ങനെ ചില താൽക്കാലികമായ സാമൂഹ്യ വിപ്ലവത്തിന്റെ തലവാചകങ്ങളിൽ മാത്രം പരിമിതപ്പെട്ട് വായിക്കപ്പെടേണ്ട നേതാവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചില ആളുകൾ ഇസ്ലാമിന്റെ വിലാസത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവകാരിയായിരുന്നു എന്ന് എഴുതിയേക്കാം. അതുകൊണ്ടായില്ല. അടിമത്ത വിമോചനത്തിന്റെ നേതാവായിരുന്നു എന്ന് എഴുതിയേക്കാം. മണ്ടേലയെ പോലെ സമരം നടത്തിയ താൽക്കാലികമായ ഒരു അടിമ വിമോചനത്തിന്റെ പ്രതിഭാസമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്ത്രീമോചകന്മാരായി പല ആളുകളെയും ചരിത്രം കൊണ്ടുവന്നേക്കാം. എന്നാൽ അങ്ങനെ താൽക്കാലികമായ ഒരു വിലാസത്തിൽ വായിക്കപ്പെടേണ്ടതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിനാകമാനം വിശിഷ്യ വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിന്റെ നിയമങ്ങളെ മാനവീക ലോകത്തേക്ക് കൈമാറ്റം ചെയ്തു കൊടുത്ത നേതാവാണ്. ലോകത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയെ മാനവീകതയുടെ മനതലത്തിലേക്കും പ്രായോഗിക ജീവിതത്തിലേക്കും അടയാളപ്പെടുത്തിയ നേതാവാണ്. ഉപരിലോക സന്ദേശങ്ങളെ മാനവീക ലോക ദർശനങ്ങളായി ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെ കൃത്യമായി പ്രയോഗവൽക്കരിച്ച് മാനവീക ലോകത്തിന് സമ്മാനിച്ച നായകനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെയോ ഉപരിപ്ലവാത്മകമായ ഒരു വീക്ഷണകോണിലൂടെയോ മാത്രം അവതരിപ്പിക്കപ്പെടേണ്ടതോ അറിയേണ്ടതോ പഠിക്കേണ്ടതോ അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഭൗതികമായ ചില പരിപ്രേക്ഷ്യങ്ങളെ അടയാളപ്പെടുത്തിയിട്ടല്ല, മറിച്ച് മാനവീയ ലോകത്തിന്റെ മനസ്സുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിത്യവാസമെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. കഹാ ജാതാ ഹൈ രഹത്തെ ഹൈ ദൂല ഫഖത് മദീനെ മേ ഗലത് ഹൈ രഹത്തെ ഹൈ വോ ആശിഖോൻ കെ സീനെ മേ. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് മദീനയിലാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് കോടാനകോടി വരുന്ന വിശ്വാസികളുടെ മാനസങ്ങളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ആ പ്രവാചക പ്രഭുവിനോട് വിധേയത്വം അടയാളപ്പെടുത്തുന്നതിന് ഒരുപാട് മാനങ്ങളും ഒരുപാട് സാധ്യതകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മീയമായി കാണുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തലമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുക, അവിടുത്തെ എല്ലാവരെക്കാളും സ്നേഹിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടുന്നത് لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് വരെ തിരുനബിയോടുള്ള സ്നേഹം പൂർണ്ണമാകൂല എന്നല്ല ഹദീസ് പറയുന്നത്. എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാകൂ എന്നല്ല ഹദീസിന്റെ ഭാഷ. മറിച്ച് എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോഴേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് പരിശുദ്ധമായ ഹദീസിന്റെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മീയമായി സ്വീകരിക്കുന്നതിന്റെ വളരെ മർമ്മപ്രധാനമായ സ്ഥലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം. ആ പ്രണയം സമ്പൂർണ്ണമാകുമ്പോഴേ ആദർശപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി സമ്പൂർണ്ണമായി ഒരാൾ മാറുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ പവിത്രമായ വ്യക്തിപ്രഭാവത്തെ അറിയുകയും അടുക്കുകയും ചെയ്താൽ
ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം പൂർണ്ണമാകണമെങ്കിൽ, അവിടുത്തെയോടുള്ള വിശ്വാസം ശരിയാകണമെങ്കിൽ, ഒരു വിശ്വാസിയുടെ വിശ്വാസി എന്ന ഐഡന്റിറ്റി പൂർണ്ണമാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സൃഷ്ടിജാലങ്ങളെക്കാളും വരിഷ്ഠമായ പ്രണയത്തിന്റെ വിധാനത്തിലേക്ക് ഉയരുമ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം പൂർണ്ണമാകുന്നത്. ആ പ്രണയമുള്ള ആളുകൾക്ക് ലോകത്തുള്ള സ്നേഹികൾ എന്തൊക്കെയാണോ സ്നേഹത്തിന് നിദാനമായി കാണുന്നത്, ആ കാണുന്നത് മുഴുവനും അവർക്ക് ഹബീബിലേക്ക് ചേരാനുള്ള വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഹബീബിലേക്ക് ചേരാനുള്ള കൈവഴികൾ ഏതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ലയിക്കുവാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായി അവിടുത്തെ പരിശുദ്ധമായ മതമാകുന്ന ഇസ്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതാണെന്നറിയപ്പെട്ടതിന് മുഴുവനും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നതാണെന്നറിഞ്ഞത് മുഴുവനും അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതാണെന്നറിയപ്പെട്ടത് മുഴുവനെയും അംഗീകരിക്കലാണ്. എന്റെ ഹബീബ് കൊണ്ടുവന്നതാണോ അതിനെ ഞാൻ സ്വീകരിക്കുക തന്നെ. ഒരു പ്രണയത്തിന്റെ ആളായി മാറിയാൽ, സ്നേഹത്തിന്റെ ആളായി മാറിയാൽ, നിയമം മാത്രം പഠിപ്പിക്കുന്ന ഒരു നിയമജ്ഞനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കേവലമായ ചില സിദ്ധാന്തങ്ങളെ അടയാളപ്പെടുത്തിയ സൈദ്ധാന്തികനല്ല. പ്രായോഗികമായ ജീവിതത്തിൽ പുലർത്തേണ്ട നിയമങ്ങളും വ്യവസ്ഥിതികളും പറയുന്ന ലോകത്തിന്റെ നേതാവ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഹൃദയത്തിലെ മഹബ്ബത്താണ്. ആ പ്രണയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നാൽ ഹബീബുമായി ബന്ധപ്പെട്ടത് മുഴുവനും അവിടുന്ന് പ്രിയപ്പെട്ടതായി മാറുന്നു. അതിനെ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. സമയവും സന്ദർഭവും അനുസരിച്ച് വളരെ ചുരുക്കി മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാനുള്ള വഴി ഏതാണ്? ഹബീബ്. ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹിക്കപ്പെടുന്ന ആളുമായി ബന്ധപ്പെട്ടത് മുഴുവനും പ്രിയപ്പെട്ടതാണ്. എനിക്കിഷ്ടമുള്ള ആളുടെ പേരിനോട് എനിക്ക് പ്രിയമാണ്, എനിക്കിഷ്ടമുള്ള ആളുടെ നാടിനോട് എനിക്ക് പ്രിയമാണ്, എനിക്കിഷ്ടമുള്ള ആളുമായി ബന്ധപ്പെട്ടവരോട് എനിക്ക് പ്രിയമാണ്. എന്റെ കാമുകിയുടെ നാടാണ്, എന്റെ കാമുകിയുടെ വീടാണ്, എന്റെ കാമുകിയുടെ പേരാണ്, എന്റെ കാമുകിയുടെ അടുത്ത കൂട്ടുകാരനാണ് തുടങ്ങിയുള്ളതെല്ലാം ഒരാൾക്ക് സ്നേഹിക്കാനുള്ള മാനദണ്ഡമാണെങ്കിൽ ആത്മീയമായ പ്രണയത്തിന്റെ അത്യുജ്വലമായ രേഖകളെ ഏറ്റെടുത്ത് ലോകോത്തരമായ പ്രണയത്തിന്റെ ഉന്നത പ്രപഞ്ചത്തിലെ കിരീടം വെക്കാത്ത രാജാവായ ഹൃദയത്തിന്റെ മുഴുവനും പ്രകാശമായ റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും പുണ്യമുള്ളതാണ്. അതിൽപ്പെട്ട 2 വിഷയങ്ങളെ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെത്തിയാൽ അത് ഹബീബിന്റെ വീടാണ്, ഇഷ്ടപാത്രത്തിന്റെ നാടാണ്, പുണ്യനബിയുടെ വീട് ഉൾക്കൊള്ളുന്ന നാടാണ്.
പുണ്യനബി ചുംബനം വെച്ചുകൊണ്ട് കൂടെ ഉറങ്ങുന്ന വീടാണ്. ആ വീട്ടിലേക്ക് ചെന്നാൽ അവന് സുന്നത്താണ് അയ്യസൂറൽ മശാഹിദല്ലതീ ബിൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ സന്ദർശിക്കൽ അവന് സുന്നത്താണ്. അതെത്രയാണെന്നറിയുമോ? 30 സ്ഥലങ്ങളാണ്. യഅരിഫുഹാ അഹ്ലുൽ മദീന, മദീനക്കാരായ ആളുകൾക്കതറിയാം. ആ 30 സ്ഥലങ്ങളും മദീന നിവാസികളായ ആളുകൾക്കറിയുന്നുണ്ട്. ആ സ്ഥലങ്ങൾ സന്ദർശിക്കൽ പ്രത്യേകമായി സുന്നത്താണ്. മാത്രമല്ല മഹാനവറുകൾ പറയുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്നതിന്റെ പരമാവധി സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ച് സഞ്ചരിക്കലും നിങ്ങൾക്ക് സുന്നത്താണ്. അതുപോലെ തന്നെ ആള് ചെല്ലണം അൽ ആബാറല്ലതീ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതവല്ലഉ മിൻഹാ ഔ യഗ്തസിലു വഹിയ സബഉ ആബാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുകയോ ചെയ്യുകയോ ചെയ്ത പ്രധാനപ്പെട്ട കിണറുകളും നീ സന്ദർശിക്കേണ്ടതാണ്. അത് 7 എണ്ണമാണ്. അതിൽ നിന്ന് വുളൂ ചെയ്യലും അതിൽ നിന്ന് വെള്ളം കുടിക്കലും പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ എടുക്കുകയോ കുളിക്കുകയോ ചെയ്യാൻ വെള്ളം ഉപയോഗിച്ച കിണറുകൾ മദീനയിലുണ്ട്. ആബാറുൽ മദീന എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. അപ്പോഴാ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ സാന്നിധ്യത്തിന്റെ വരിഷ്ഠമായ രേഖകൾക്ക് കൃത്യമായി സാക്ഷ്യം വഹിച്ച മദീനയിലെ സാക്ഷ്യങ്ങളോട് ചേർന്നേക്കൽ സുന്നത്താണ്. കാരണം എന്റെ മുസ്തഫ ജാന റഹ്മത്തുലാക്കോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിനോട് മുഴുവനും പ്രണയം കാണിക്കൽ സുന്നത്താണ്. അതിനോട് മുഴുവനും ചേർന്ന് നിൽക്കൽ അനിവാര്യമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതേ കിണറ്റിൽ നിന്ന് ഒതു എടുക്കലും കുടിക്കലും സുന്നത്താണ്. കാരണം എന്റെ ജിസ് തറഫ് ഉഡ് ഗയീ ദമദം ആ ഗയാ ഉസ് നിഗാഹേ ഇനായത്ത് പേ ലാഖോ സലാം. എവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയാലും അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞ സ്ഥലം ആദരണീയമായി മാറി. ആ നോട്ടത്തിനും കണ്ണിനും ലക്ഷം സലാം. ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുപോലെ തന്നെ സുന്നത്താണ്. കമാ ഖാല ജമാഅത്തും മിനശ് ശാഫിയ്യത്തി വഗൈറുഹും. അവിടുന്ന് ബഹുമാനപ്പെട്ട ഇമാമികൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നു എടുക്കുകയോ കുടിക്കുകയോ ചെയ്ത കിണറുകളുടെ അടുക്കൽ വരലും വയതബറക ബിമാഇഹാ, അതിലെ വെള്ളം കൊണ്ട് ബറക്കത്തെടുക്കലും വബിസാഇൽ മശാഹിദില്ലതീ ബിൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാന്നിധ്യം അറിയിക്കുന്ന പവിത്രമായ സ്ഥലങ്ങളെല്ലാം മദീനയിൽ ചെന്ന് ഹബീബിനോട് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ആദരവോടെ സമീപിക്കലും അവിടത്തെയോടുള്ള ബഹുമാനത്തിന്റെയും പ്രണയത്തിന്റെയും ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് നിസ്കരിക്കുന്നതിന് പുണ്യമുണ്ട്. അവിടുന്ന് വിശ്രമിച്ച സ്ഥലത്ത് വിശ്രമിക്കുന്നതിന് പുണ്യമുണ്ട്. അവിടുന്ന് ഇടപാടുകൾ നടത്തിയ സ്ഥലങ്ങളിൽ ചെന്ന് സാന്നിധ്യത്തിന്റെ ബറക്കത്തെടുക്കൽ പുണ്യമുണ്ട്. ഇത് പറയുമ്പോൾ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോകുന്നതിനെ തെറ്റായി കാണുന്ന ആളുകളുണ്ട്. അവർക്ക് വ്യക്തമായ മറുപടികൾ ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം മഹബൂബ് കി महफिल को महबूब सजाते हैं
आए वही जिनको सरकार बुलाते हैं। നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ചേരുന്നത് മുഴുവനും പ്രണയത്തോടെ വായിക്കേണ്ടതാണ്. അനുരാഗത്തിന്റെ ആത്മാവുകളെ കൊണ്ട് അടുത്തറിഞ്ഞ് ആധ്യാത്മികതയുടെ ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്യേണ്ട പവിത്രതയുടെ അടയാളങ്ങളാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതല്ല. ആ ഹബീബിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തിന് മുഴുവനും പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന സ്ഥലത്തിന് പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്ന വഴിക്ക് പവിത്രതയുണ്ട്. അതുകൊണ്ടല്ലേ സ്വഹാബികൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനേക്കാളും വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ആത്മീയതയുടെയും അനുരാഗത്തിന്റെയും ആത്മലയങ്ങളെ മുഴുവനും പുണ്യപ്രവാചകരുടെ തിരുസവിധത്തിലേക്ക് സമർപ്പിച്ച മഹാന്മാരായ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നത്, റൂഹി ഫിദാ യാ റസൂലല്ലാഹ്, എന്റെ ആത്മാവ് അവിടത്തേക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ഓ നബിയേ. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വദിത്തു യാ റസൂലല്ലാഹ് അന്നക തഅതി ഫതുസല്ലി ഫീ ബൈതി ഫഅത്തഖിറുഹു മുസല്ലാ. ഓ നബിയേ, തങ്ങൾ എന്റെ വീട്ടിൽ വന്ന് നിസ്കരിക്കണമെന്ന് ഞാൻ ആശിക്കുകയാണ്. തങ്ങൾ നിസ്കരിച്ച സ്ഥലം എന്റെ വീട്ടിലെ എനിക്കുള്ള മുസല്ലയായി ഞാൻ തിരഞ്ഞെടുക്കാനാണ്. യാ ഹബീബല്ലാഹ്, നിസ്കാരം അല്ലാഹുവിനുള്ളതാണ്, ആരാധന അല്ലാഹുവിന് മാത്രമാണ്. ഏറ്റവും പുണ്യമായ ആരാധന നിസ്കാരമാണ്. ആ നിസ്കരിക്കാനുള്ള സ്ഥലം തങ്ങൾ വന്ന് നിസ്കരിക്കുന്ന സ്ഥലം ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് അവിടെ നിസ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടൊന്ന് വരുമോ നബിയേ? അനുരാഗിയുടെ ആത്മാഭിലാഷത്തിന്റെയും അനുയായിയുടെ ആത്മസായുജ്യത്തിന്റെയും ഏറ്റവും ഉന്നതങ്ങളായ ഫലങ്ങളെ സ്വീകരിക്കണമെന്ന് ആശയുള്ള അതുല്യരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധേയത്വം കാണിക്കുന്നവരോട് മുഴുവനും സന്തോഷത്തോടെ സഹകരണം കൊടുക്കുന്ന ലോകൈക ഗുരുവായ പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നത് എന്താണ്? സഅഫഅലു ഇൻഷാ അല്ലാഹ്. ഓ ഇത്ബാൻ ഇബ്നു മാലിക്, ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ ചെയ്യാം. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാകട്ടെ. قال ഇത്ബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, فغدا رسول الله صلى الله عليه وسلم وابو بكر حين ارتفع النهار. പകലിന്റെ വെളിച്ചം വീശിയപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വീട്ടിലേക്ക് കടക്കട്ടെയോ ഇത്ബാനെ? അനുയായിയാണെങ്കിലും കുടുംബക്കാരനാണെങ്കിലും മറ്റൊരാളുടെ വീട്ടിലേക്ക് ചെന്നാൽ അനുമതിയില്ലാതെ കടക്കാൻ പാടില്ലെന്ന് നിയമം പഠിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിയോട് വീട്ടിലേക്ക് കടക്കാൻ അനുമതി ചോദിച്ചു. ഞാൻ അനുമതി കൊടുത്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കടന്നു. ഐന തുഹിബ്ബു അൻ ഉസല്ലി മിൻ ബൈതിക, ഓ ഇത്ബാനേ, ഞാൻ എവിടെ നിസ്കരിക്കണമെന്നാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? വീട്ടിന്റെ ഏതു ഭാഗത്താണ് നിങ്ങൾ മുസല്ലയാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഫഅശറതു ഇലാ നാഹിയത്തിൻ മിനൽ ബൈതി ഫഖാമ النبي صلى الله عليه وسلم فكبر فصبحنا فصلى ركعتين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ ഒരു ഭാഗം കാണിച്ചു കൊടുത്തു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നു. ഞങ്ങളെ പിന്നിൽ അണിയായി നിന്ന് നിസ്കരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു നിസ്കരിച്ച സ്ഥലത്തിന് പുണ്യമുണ്ടെന്നും അത് നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പവിത്രമായ കാര്യമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച മഹാന്മാരാണ് ബഹുമാനപ്പെട്ട സ്വഹാബികൾ. ഇതൊരാള് മാത്രമല്ല, 4 പേരെ പ്രമുഖമായി നമ്മൾ വായിക്കാൻ വരികയാണ്. അതാ വരുന്നു ഉമ്മു സുലൈം. ഇമാം നസായി റളിയല്ലാഹു അൻഹു സ്വീകാര്യയോഗ്യമായ പരമ്പരയിലൂടെ ഉദ്ധരിക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വന്നിട്ട് പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബിയേ, അവിടുന്ന് വീട്ടിൽ വന്നൊന്ന് നിസ്കരിക്കണേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്ന് നിസ്കരിക്കുന്നു. ആ സ്ഥലം പതിവായി നിസ്കരിക്കാനുള്ള സ്ഥലമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ പാദങ്ങൾ പതിഞ്ഞ് ഏറ്റവും തഖ്വയോടെ നിസ്കരിക്കുന്ന നേതാവ് നിസ്കരിച്ച മുസല്ലയിൽ നിസ്കരിക്കാൻ സഹാബി വനിതകൾ തീരുമാനിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ ഉപയോഗിച്ച സ്ഥലത്ത് തന്നെ നിസ്കരിക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അവിടെ അന്നത്തെ ഭരണാധികാരികൾ ഒരുപാട് വിമർശനം രേഖപ്പെടുത്തിയപ്പോഴും അവസാനമായി പറഞ്ഞു, നിങ്ങൾ എന്നെ എന്ത് തടഞ്ഞാലും പ്രശ്നമില്ല. മസ്ജിദുൻ നബവിയിലെ നിർണിതമായ ഒരു സ്ഥലത്ത് വളരെ അനുഗ്രഹീതമായൊരിടത്തിൽ സാധാരണ നിസ്കരിക്കാറുള്ള സ്ഥലമുണ്ട്, അത് മാത്രമേക്ക് വിലക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥന നടത്താനുള്ള കാരണം മസ്ജിദുൻ നബവിക്ക് വലിയ പവിത്രതയുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മഹാത്മ്യമുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽപ്പെട്ട തൂണുകളുണ്ട്, ഇടങ്ങളുണ്ട്. വിശദീകരിക്കാൻ ഇപ്പോൾ സമയം പോരാ. ആ വിധത്തിൽ തെരഞ്ഞെടുത്ത സ്ഥലമാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ താബിഈൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ട് നടപ്പിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു അനുയായിയാണോ അനുഗാമിയാണോ, ആ ഹബീബുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന് പുണ്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പോകാനുള്ള വീടാണ് മദീന. സറാപാചമനെ ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമേനി ഉമ്മ വെച്ചുറങ്ങുന്ന മദീനയുടെ മണൽപ്പരപ്പിന്റെ മഹാത്മ്യം ലോകത്തിലിടയില്ല. അജബ് രംഗ് പർ ഹേ ബഹാറേ മദീന കെ സബ് ജന്നത്തെ ഹേ നിസാറേ മദീന. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമേ
തിരുമേനി ഉമ്മ വച്ചുറങ്ങുന്ന പവിത്രമായ മദീന, അതിലെ മണൽത്തരികൾ മുഴുവനും അനുഗ്രഹീതമാണ്, അതിന്റെ അന്തരീക്ഷം അനുഗ്രഹീതമാണ്, അവിടുത്തെയുള്ള ഭാവങ്ങളെല്ലാം അനുഗ്രഹീതമാണ്. അതിലൂടെ പറന്ന പറവകളും ഇനങ്ങളും നടന്നുപോയ യാത്രികരും കടന്നു വന്ന വിചാരങ്ങളും അവിടുത്തെയോട് ബന്ധമുള്ളതെല്ലാം അരിഷ്ടമാണ്, പവിത്രമാണ്, പുണ്യമാണ്, അനുഗ്രഹീതമാണ്. അനുഗ്രഹീതമായ മദീനയുടെ മണൽപ്പരപ്പിൽ നിന്ന് അനുരാഗത്തിന്റെ ആത്മപ്രഭാവത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ അനുരാഗിയുടെ മനസ്സ് വെമ്പുകയാണ്. അതുകൊണ്ടാണ് പുണ്യനബി കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, തൗഹീദിന്റെ തലസ്ഥാനം മക്കയാണെങ്കിലും അൽ-ഈമാനു യർജു ഇലൽ മദീന കമാ തർജുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഈമാൻ മദീനയിലേക്കാണ് മടങ്ങുക, വിശ്വാസി മദീനയിലേക്കാണ് മടങ്ങുക. ലോകത്ത് നമുക്കുള്ള വിലാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിലാസം. ആധുനാധുനിക സയൻസിന്റെ മുമ്പിൽ അഭിമാനത്തോടെ മതം പറയാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച പവിത്രമായ നിയമത്തിന്റെ സമ്പൂർണ്ണതയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ നിയമങ്ങളുടെ പവിത്രമായ ധാരയിലൂടെ മോഡേണിസത്തിന്റെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും പുതിയ കാഴ്ചപ്പാടുകളോട് സമരസപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതുല്യമായ വിജ്ഞാനത്തിന്റെ പ്രഭാവത്തിൽ നിന്ന് ലോകത്തിന് കോരിത്തന്നതുകൊണ്ടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടുത്തെയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു വാഴ്ത്തുകയാണ്, വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു പരിജ്ഞാനിയും അതിന്റെ പരിസരത്തേക്ക് അടുക്കുകയില്ല, അത്രയും വിശാലമാണ്. എന്നാൽ ഇന്നത്തെ ലോകം വിജ്ഞാനത്തിന്റെ ലോകമല്ല, പണത്തിന്റെ ലോകമാണ്. പരമമായ സ്വാതന്ത്ര്യത്തിന്റെ സമവാക്യം പണമാണോ സമ്പത്താണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും സമ്മാനിച്ചത് സാമ്പത്തികമായ ഉന്നതിയിലൂടെ സമാധാനം ഉണ്ടാകുമെന്നല്ല. എന്തേ ഇത് പറയാൻ കാരണം? ഇന്നലത്തേക്കാൾ പണത്തിന്റെ പളപളപ്പുള്ള പുതിയ തലമുറയുടെ മക്കൾ എവിടെയാണ് ജീവിക്കുന്നത്? 16 വയസ്സുവരെ ആറ്റുനോറ്റ് പോറ്റിയ പെൺകുടി 17ാമത്തെ വയസ്സിൽ കോടതിയുടെ വളപ്പിൽ നിന്ന് പിതാവിനോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ ചേട്ടന്റെ കൂടെ പോവാ, എനിക്ക് നിങ്ങളെ വേണ്ട. 16 വയസ്സുവരെ ആറ്റുനോറ്റ് പോറ്റിയിട്ട് വേണ്ടത് മുഴുവനും കൊടുത്ത പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ബന്ധമില്ല, ബന്ധുക്കളോട് ബന്ധമില്ല. വൈകാരികമായ പ്രളയത്തിന്റെ നടുവിൽ പുതിയ സാങ്കേതികതയുടെ മികവിൽ കൂടിവിട്ടോടുന്ന കൗമാര യൗവനങ്ങളുള്ള പുതിയ ലോകത്താണ് ജീവിക്കുന്നത്. എന്നാൽ പരിജ്ഞാനത്തിന്റെ പറുദീസയിൽ അതുല്യമായ വിലാസമാണ് ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. وكلهم من رسول الله ملتمس عرفا من البحر أو رشفا من الديم وواقفون لديه عند حجهم من نقطة العلم أو من شكلة الحكم. കഴിഞ്ഞുപോയ ബൈബിളിന്റെ വക്താക്കൾ, ഇഞ്ചീലിന്റെയും തോറയുടെയും ആളുകൾ, സബൂറിന്റെയും ഇഞ്ചീലിന്റെയും തൗറാത്തിന്റെയും വക്താക്കൾ, ആധുനിക ലോകത്തെ ബൈബിളിന്റെയും തോറയുടെയും തൽമൂദിന്റെയും ആളുകൾ, ലോകത്ത് കഴിഞ്ഞുപോയ സയന്റിസ്റ്റുകളുടെയും ദാർശനികന്മാരുടെയും വിജ്ഞാനങ്ങൾ
ആ വിജ്ഞാനത്തിന്റെ നിറകുംഭങ്ങൾ മുഴുവനും മദീനയിലെ ഒരു പാത്രത്തിൽ മാത്രം ഒതുങ്ങാനേ ഉള്ളൂ. അത്രയും വിശാലമായ വിജ്ഞാനത്തിന്റെ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഹബീബിനോട് ഇഷ്ട് വെക്കുമ്പോഴാണ് വിശ്വാസി അവന്റെ ബന്ധം ഹബീബിനോട് ഊട്ടിയുറപ്പിക്കുക. ആ ഹബീബിനോട് പ്രണയം വന്നാൽ ഹബീബിന്റെ മദീനയോട് പ്രണയമാണ്. ഇരുന്നിടത്തോട് പ്രേമം, നടന്ന വഴിയോട് പ്രേമം, കടന്ന നാടിനോട് പ്രേമം, സഞ്ചരിച്ച ഇടങ്ങളോട് പ്രണയം. കാരണം എന്റെ ഹബീബിന്റെ സന്നിധാനമായി ഇന്നലെയുണ്ടായിരുന്ന ഇടത്തോടുള്ള ആത്മബന്ധമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളോട് പുണ്യം കൽപ്പിക്കേണ്ടതില്ല എന്ന് ചില അല്പജ്ഞാനികൾ പറയാറുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ അതിന് മറുപടി പറയുകയാണ്. عن عبد الله بن عمر رضي الله عنه عبد الله بن عمر رضي الله عنهما رجعنا من الآن المقبل فما اجتمع النفلان على الشجرة التي بايعنا تحتها كانت رحمة من الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്തുൽ റിദ്വാൻ നടത്തിയപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ച മരം, ആ മരം അല്ലാഹു നൽകിയ റഹ്മത്താണ്, കാരുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമരുളാനും അതുപോലെ തന്നെ ഇസ്ലാമിക ദഅവാ ചരിത്രത്തിലെ അതുല്യമായ വിഷയത്തിന് സാക്ഷ്യം വഹിക്കാനും അവസരമുണ്ടായ ഷജറ, ആ മരം റഹ്മത്തിന്റെ മരമാണ്. എന്നാൽ ആ മരം ഏതാണെന്ന് സ്വഹാബികൾക്കറിയാമായിരുന്നോ? ഇല്ല. സ്വഹാബികളുടെ ഇടയിൽ ആ മരം ഏതാണെന്നതിൽ വ്യക്തമായ ചിത്രമുണ്ടായിരുന്നില്ല. انطلقت حاجا فمررت بقوم يصلون فقلت ما هذا المسجد قالوا هذه الشجرة حيث بايع رسول الله صلى الله عليه وسلم بيعة الرضوان. فأتيت سعيد بن المسيب فأخبرته. ഞാൻ ഇങ്ങനെ പോവുകയാണ് ഹജ്ജിന് വേണ്ടി. അപ്പോൾ ഒരു സംഘം ആളുകൾ അതാ ഒരു സ്ഥലത്ത് നിസ്കരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണിത്? അവര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമ്പടി ചെയ്ത ബൈഅത്തുൽ റിദ്വാൻ എന്ന ഉടമ്പടി ചെയ്ത സ്ഥലത്തുള്ള മരമാണ്. അപ്പോൾ ഞാൻ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ അടുക്കലെത്തി. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്തൊരു മരത്തിന്റെ അടുക്കൽ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, അത് ബൈഅത്തുൽ റിദ്വാൻ നടന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ? അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഞാൻ എന്ന വാപ്പ, എന്റെ പിതാവ് قال سعيد حدثني أبي أنه كان في من بايع رسول الله صلى الله عليه وسلم تحت الشجرة. എന്റെ വാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ബൈഅത്തുൽ റിദ്വാനിൽ മരത്തിന്റെ അടുക്കൽ വെച്ച് ഉടമ്പടി ചെയ്ത ആളാണ്. قال എന്റെ വാപ്പ പറഞ്ഞു, فلما خرجنا من العام المقبل نسيناها. അടുത്ത വർഷം ഞങ്ങൾ അതുവഴി പോകുമ്പോൾ തന്നെ ആ മരം ഞങ്ങൾക്ക് വ്യക്തമല്ലാതെയായി പോയി. ഞങ്ങൾക്കതിനെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന അസ്ഹാബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യഅലമൂഹാ വഅലിംതുമൂഹാ അൻതും ഫഅൻതും അഅലമൂ. സഹാബത്തിന് വ്യക്തമായി കിട്ടാത്ത മരം നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടെന്നാണോ പറയുന്നത്? ആ മരം ഏതാണെന്ന് വ്യക്തമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമ്പടി ചെയ്ത സ്ഥലത്ത് തിരുനബി തങ്ങളുടെ ബറക്കത്ത് തേടിയിട്ട് നിസ്കരിക്കുന്നു എന്ന കാരണത്താൽ ഒരു മരത്തെയും വെട്ടിമുറിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവിടത്തെയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവനും പുണ്യം തേടിയ മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അസ്സഹാബിയുൽ ജലീൽ. കണ്ടില്ലേ, അനുരാഗത്തിന്റെ ഭാഷ നിയമത്തിന്റെ ഭാഷയല്ല. റബീഉൽ അവ്വൽ മാസം വരുമ്പോ വിശ്വാസികൾ പറയും അഹ്യാ റബീഉൽ ഖൽബി ശഹറുൽ മൗലിദി. എന്റെ ഹബീബിന്റെ ജന്മമാസമാണ്, എന്റെ ഹബീബിന്റെ ജന്മമാസമാണ്, എന്റെ ഹബീബിന്റെ ജന്മമാസമാണ്. എന്തൊരു സന്തോഷമാണ്, എന്തൊരാഹ്ലാദമാണ്. കാരണം എന്റെ ഹബീബ് ജനിച്ച മാസമാണ്, അത് പ്രണയത്തിന്റെ പ്രകാശനമാണ്. അപ്പൊ ചില ആളുകൾ വന്നിട്ട് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ മാസം കൂടെയല്ലേ റബീഉൽ അവ്വൽ, അപ്പോൾ ആഘോഷിക്കാൻ വകുപ്പുണ്ടോ? ദുഃഖമാചരിക്കാനല്ലേ വകുപ്പ്? ഈ വിഷയത്തിൽ ഇമാം ഹാഫിദ് സുയൂത്തി റഹിമഹുല്ലാഹ് മറുപടി പറയുന്നുണ്ട്. ജനിക്കുമ്പോൾ അഖീഖത്ത് കൊടുത്ത് ആഘോഷിക്കണമെന്നാണ് നിയമം. ഒരാൾ മരിച്ചാൽ ദുഃഖാചരണം നടത്താൻ നിയമമില്ല. ഒരാൾ മരിച്ചതിന്റെ പേരിൽ ശോകയാത്ര നടത്താൻ നിയമമില്ല. ജനിച്ചതിന്റെ പേരിൽ സന്തോഷമാകാൻ നമുക്ക് നിയമമുണ്ട്. അതുപോലെ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം ആഘോഷിക്കുകയാണ്. അവിടുത്തെയുടെ നിയോഗത്തിന്റെ സന്തോഷമാണ് വിശ്വാസികൾ പങ്കുവെക്കുന്നത്. ഈ വിഷയമായി സാധുവായ ഞാൻ സംസാരിച്ച സ്വതന്ത്ര പ്രഭാഷണമുള്ളതുകൊണ്ട് അതിന്റെ പ്രമാണങ്ങളിലേക്ക് തൽക്കാലം ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളാൻ നിയമത്തിന്റെ മടി പോരാ. മാർക്സിനെ പോലെയോ എംഗൽസിനെ പോലെയോ ലെനിനെ പോലെയോ ഐൻസ്റ്റൈനെ പോലെയോ കാൾസാഗനെ പോലെയോ ഒരു ശാസ്ത്രജ്ഞനോ ഒരു സാമൂഹിക വിപ്ലവകാരിയോ മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഹൃദയത്തിലെ വികാരമാണ്. ലൈലായ മിൻകുന്ന അം ലൈലാ മിനൽ ബശരി. കാട്ടിലെ മാൻപറ്റത്തെ കണ്ടപ്പോൾ എന്റെ കാമിനിയായ ലൈലയാണോ എന്ന് ചോദിക്കാൻ മാത്രം ലൈലയോട് പ്രണയം കാണിച്ച പ്രണയിതാവിന്റെ സാഹിത്യമറിയില്ലേ? ഉഖബ്ബിലു ലൽജിദറ വലൽജിദറ വമാ ഹുബ്ബി അരിശഗഫന ഖൽബി വലകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ഈ മതിലുകളോട് ചുംബനം കൊടുത്ത് അടക്കം പറഞ്ഞ് സാഹിത്യമുയർത്തുന്നത് ഈ മൺകട്ടയോടോ മതിൽക്കത്തിനോടോ ഉള്ള പ്രേമമല്ല. ഇവിടെ കഴിഞ്ഞുപോയ എന്റെ പ്രണയപാത്രത്തോടുള്ള സ്നേഹമാണ്. അതുപോലെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമുക്കുള്ള സന്തോഷമേതാണ്? ഉലിദൽ ഹുദാ, സന്മാർഗത്തിന്റെ ജന്മമാസമാണ്. അനുരാഗത്തിന്റെ ആത്മലയങ്ങളെ കൊണ്ട് ആഗോള ജനതയുടെ ഹൃദയങ്ങളിൽ മധുകോരി നിറച്ചിട്ട് നിധി കുംഭങ്ങളെ സമ്മാനിച്ച അനുരാഗത്തിന്റെ നിറഹരിയായ മുത്തുമേനിയോടുള്ള ഹൃദയവികാരമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ജന്മാഘോഷം അവിടെയാണ്. ആഹ്ലാദഭാവങ്ങൾ അവിടെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതെന്തും അമൂല്യമാണ്. എന്റെ പ്രണയിതാവിന്റെ നാടാണ് മദീന, എന്റെ ഹബീബിന്റെ ജന്മമാസമാണ് റബീഉൽ അവ്വൽ, എന്റെ മുത്തുമേനിയുടെ മക്കളാണ് സാദാത്തുക്കൾ, എന്റെ ഹബീബിന്റെ ചര്യയാണ് തിരുസുന്നത്ത്. അപ്പഴാ ഹബീബിനോട് ആത്മീയമായ വികാരം വരണം. ഇന്ന് ചില പ്ലാസ്റ്റിക് ഇസ്ലാമിസ്റ്റുകളുണ്ട്, സന്ധീകരിക്കപ്പെട്ട ഇസ്ലാമിന്റെ ആളുകൾ.
ആറ്റുകാൽ പൊങ്കാല ആനവലിപ്പത്തിൽ കൊടുക്കുന്നതിൽ ബഹുദൈവാരാധന കാണാതെ ഇന്ന് നബിദിനമെന്ന് എഴുതിയാൽ ബഹുദൈവാരാധനയാകുമെന്ന് ചിന്തിക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന പത്രമാധ്യമങ്ങളുടെ ഉപാസകന്മാരെ, നിങ്ങൾക്ക് ആത്മാവില്ലാത്തവരാണ്, ജഡീകരിക്കപ്പെട്ട വിശ്വാസത്തിന്റെ ആളുകളാണ്. ആത്മാവിന്റെ വികാരമാണ് പ്രണയം, അനുരാഗത്തിന്റെ ധ്വനിയാണ് പ്രണയം, ആത്മവികാരത്തിന്റെ അടയാളങ്ങളാണ് സ്നേഹപ്രകാശനം. അപ്പാ ഹബീബിനെ അറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാത്തവരെ പറയൂ നബിദിനം ആഘോഷിക്കണ്ടാണ്. എന്നാൽ സ്വഹാബികളോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതെന്തും പുണ്യമാണ്. കണ്ടില്ലേ, ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വല്ലാ ഫിൽ കഅബ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കഅബാലയത്തിൽ നിസ്കരിച്ചു. അപ്പ നോക്കിയതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം എവിടെ? അഖ്ബറഹു ബിലാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ഫീഹി. കഅബാലയത്തിന്റെ ഉള്ളിൽ ഏറ്റവും പുണ്യമായ ഗേഹത്തിന്റെ ഉള്ളിലാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോഴും അബൂ ഹുറൈറ തങ്ങളോട് ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ പറയാണ്, ഓ അബൂ ഹുറൈറ, ഈ കഅബാലയത്തിന്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ ആരാധന നടത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പുണ്യമേനി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച ആക്യുറേറ്റ് പോയിന്റ് ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളുടെ വാചകം കേട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് അല്ലാഹുവിന്റെ വീടാണ്, പക്ഷേ അവിടെ ഏറ്റവും പുണ്യമുള്ള സ്ഥലമേതാണ്? ഹബീബ് നിസ്കരിച്ച സ്ഥലമാണ്. കഅബാലയത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള മൂലയാണ്. ഹബീബ് ചുംബനം കൊടുത്ത മൂലയാണ്. പിന്നെ ഹബീബിനോട് ഇഷ്ടമുള്ള പ്രാധാന്യമുള്ള മൂലകളാണ്. എന്തേ നമ്മുടെ കഅബാലയത്തിന് ഒരു യമനി കോർണറുണ്ട്, കഅബാലയത്തിനൊരു ഷാമി കോർണറുണ്ട്, കഅബാലയത്തിനൊരു ഇറാഖി മൂലയുണ്ട്. ആ മൂലകൾക്ക് മുഴുവനും ഹബീബിനോടൊരു പ്രണയമുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു നാടാണ് ഇറാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ നാടാണ് സിറിയ. ഹബീബ് ഈമാനിന്റെ തലസ്ഥാനമാണെന്ന് പറഞ്ഞ നാടാണ് യമൻ. അൽ ഈമാനു യമാനി വൽ ഹിക്മതു യമാനിയ. അതുകൊണ്ട് യമനി മൂലയുടെയും നബവി മൂലയുടെയും ഇടയിൽ ഏറ്റവും പുണ്യമുള്ള സ്ഥലമാണ്, ഇജാബത്തുള്ള സ്ഥലമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പവിത്രമായി പറഞ്ഞ കഅബാലയത്തിന്റെ സ്ഥലങ്ങളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ടതാണ്. അതിലേക്ക് കടക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല, സമയം വിശാലമല്ലാത്തതുകൊണ്ട് കടന്നു പോകുന്നില്ല. അപ്പൊ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതെന്തുണ്ടോ അവിടെയെല്ലാം അവര് പിന്നിൽ കൂടുകയാണ്. ബഹുമാനപ്പെട്ട അബൂ മൂസാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം നോക്കിയിട്ട് നിസ്കരിക്കുകയും ഇറങ്ങിയ സ്ഥലം നോക്കിയിട്ട് ഇറങ്ങുകയും ചെയ്ത പ്രമുഖരായ 12 പേരുണ്ട്. അവരിൽ നിന്ന് കുറച്ചാളുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഉമ്മ സലമ റളിയല്ലാഹു അൻഹാ,
ഇനി കണ്ടോ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു അതാ വഴിയിൽ ഇറങ്ങി നിസ്കരിക്കുകയാണ്. വിത്ർ നിസ്കാരത്തിന്റെ സമയത്ത് അവിടുന്ന് അവസാനമായി വിത്ർ നിസ്കാരത്തിന്റെ ഒരു റക്അത്ത് നിസ്കരിച്ചു. فقرأ فيها بمئة آية من النساء സൂറത്തുൽ നിസായിലെ 100 ആയത്തുകളാണ് മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഓതിയത്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് മടി തോന്നുന്നു അന്നള ഖദമി ഹൈസു വലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദമൈഹി വഅന അഖറഉ ബിമാ ഖറഅ ബിഹി റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കാലുവെച്ച സ്ഥലത്ത് കാലുവെച്ചിട്ട് നിന്ന് പാരായണം ചെയ്യുമ്പോ അവിടുന്ന് ഓതിയ ആയത്തല്ലാത്ത ആയത്തോടാൻ എനിക്ക് തോന്നുന്നില്ല. അവിടുന്ന് പാരായണം ചെയ്ത സൂക്തങ്ങൾ തന്നെ പാരായണം ചെയ്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് നിസ്കരിച്ച സ്ഥലത്ത് നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. കാരണം എന്റെ رسول اللہ تیرے در کی فضاؤں کو سلام گنبد خضرا کی پنڈی چاؤں کو سلام والہان جو طواف گنبد خضرا کرے. ഹബീബിന്റെ മനോഹരമായ വീടുമുറ്റത്തിനാണ് സലാം. കാരണം സ്നേഹത്തിന്റെ ഊഷ്മളമായ വികാരങ്ങളെ അനുരാഗത്തിന്റെ ആത്മപാദങ്ങളോട് ചേർത്തുവെച്ച് ലോകോത്തരമായി വാഴ്ത്തിയിട്ട് കൊണ്ടുവന്ന എല്ലാ മഹിതമൂല്യങ്ങളുടെയും മഹനീയമായ ഭാവങ്ങളെ മലർവാടി സമാനമായി ക്രമീകരിച്ചിട്ട് മാലോകരെ ആകമാനം അടിവിളിച്ച് ഹബീബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീയതയുടെ വിരുന്നൊരുക്കിയ അതുല്യ പ്രവാചകരെ സലാം. ഹദീസിൽ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ സദ്യയിലേക്ക് വിളിക്കുന്നയാളാണ്. സദ്യ ഒരുക്കിയവൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ മഹനീയമായ സ്വർഗമാകുന്ന സദ്യയിലേക്ക് ആളുകളെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് ഊട്ടുന്ന ആളാണ് ഞാൻ. കാരണം എന്താണ്? അനുരാഗികളുടെ പ്രണയവികാരങ്ങളെ ആത്മബന്ധം കൊടുത്ത് ആലിംഗനം ചെയ്ത് ആസ്വദിക്കാനുള്ള വീടാണ് സ്വർഗം. റസൂലുള്ളാഹി കേ ജന്നത്ത് റസൂലുള്ളാഹി കീ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളുകളായാൽ മതി. സ്വർഗം ഹബീബിന്റേതാണ്. ഹബീബ് തുറക്കുന്ന സ്വർഗമാണ്. അതിലെ ഉന്നതങ്ങളിൽ ഹബീബിന്റെ ഇരിപ്പിടമാണ്. ഏറ്റവും പുണ്യമായ ഇരിപ്പിടം ഹബീബിന്റേതാണ്. ആ ലോകത്തിന്റെ നേതാവിന്റെ ഇരിപ്പിടമാണ് സ്വർഗത്തിലെ ഉന്നത സ്ഥാനം. ആ ഹബീബിന്റെ വിശുദ്ധ പാദുകങ്ങൾ പതിഞ്ഞ ഇടമാണ് പുണ്യഗേഹമായി ലോകത്തുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിഞ്ഞ അനുരാഗത്തോടെ അടുത്തു നിന്ന സഹചരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയ വഴികളിൽ അനുഗ്രഹമെടുത്തവരാണ്. രണ്ടാമതായി ഇമാം നവവി തങ്ങൾ ശറഹുൽ മുഹദ്ദദിൽ പറയുന്നതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ നിന്ന് ബറക്കത്തെടുക്കലാണ്. അത്തബറുകു ബിൽ മാഇൽ ലദീ ശരിബ മിൻഹു വ തവല്ലഅ മിൻഹു വ മജ്ജ ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വത്തബറുകു ബികുല്ലി മാ മസ്സഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധമുള്ള വസ്തുക്കളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്ന് ബറക്കത്തെടുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് ബറക്കത്തെടുത്തിട്ടുള്ള സഹാബികൾ
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന മിമ്പറിൽ കൈവച്ചിട്ട് ചുംബിക്കാമോ? അതാ ചോദിക്കുകയാണ്. ആരോടാണ്? ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഫത്വ കൊടുക്കുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിൽ കൈവച്ചിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ബറക്കത്തെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഉദ്ധരിക്കേണ്ടതുണ്ട്. സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതിലെല്ലാം സഹാബത്ത് ബറക്കത്തെടുക്കുകയാണ്. ഇനി കണ്ടോ, ഇമാം ബുഖാരി തന്നെ രേഖപ്പെടുത്തുന്നു. أن النبي صلى الله عليه وسلم دعا بقدح فيه ماء فغسل يديه ووجهه ومج فيه ثم قال لبلال وأبي موسى നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് അതാ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഫഗസല യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കഴുകി. വവജ്ഹഹു, അവിടുത്തെ ആദരണീയമായ മുഖവും കഴുകി. വമജ്ജ ഫീഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ തുപ്പി. ثم قال لبلال وأبي موسى, എന്നിട്ട് അബൂ മൂസ